എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ വരാതെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താനും ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചുരുക്കിയിട്ട് നമുക്കിവനെ IF എന്ന് വിളിക്കാം. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് IF? ഈ ഒരു IF എടുത്തത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ആവുന്നത്. മൂന്നാമത്തെ കാര്യം, എത്ര തരം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. നാലാമത്തത്, ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടും, ആരൊക്കെ ഇത് എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്നാ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ആ വണ്ടി ഇവിടെ ഒന്നും നിർത്തേണ്ട, അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇപ്പോഴൊന്നും നിർത്തേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഡിസൈഡ് വെയിറ്റ്, നമ്മുടെ ഡിസൈഡ് ഹെൽത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് തുടരാം കേട്ടോ. പിന്നെ അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാവുന്ന വീഡിയോ ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നാണ് ആ സുദിനം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിക്കും ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത്. കാരണം ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ബാക്കി സമയം മുഴുവൻ നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്. അതായത് ഖാന നെഹി ഹെ പീന ഹെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, വെള്ളം കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് കഴിക്കുകയും ബാക്കിയുള്ള സമയം ഒന്നും കഴിക്കാതെ ഫാസ്റ്റ് ചെയ്യുന്നതിനെയുമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു IF ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ, 98 കിലോ ഉള്ള സമയത്താണല്ലോ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വേറെ ഒരു ഡയറ്റും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ സോ കോൾഡ് കീറ്റോ ഡയറ്റ്, അങ്ങനെയുള്ള എഗ് ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ്, പിന്നെ എന്തൊക്കെയോ ഡയറ്റുകൾ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഫോളോ ചെയ്തിട്ടുള്ളത് അന്നും ഇന്നും ചെയ്യുന്നതും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നീരുണ്ടായിരുന്നു കേട്ടോ. കൈക്കും കാലിനും ശരീരമൊക്കെ നീരായിരുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു, ഇന്ന് ഇടുന്ന ഡ്രസ്സ് നാളെ എനിക്ക് പാകാവില്ല, മറ്റന്നാൾ അതെനിക്ക് കയറും. അപ്പം ഞാൻ വിചാരിച്ചത് തടിയല്ലല്ലോ, ഇത് എന്താ സംഭവം. പിന്നെ എനിക്ക് മനസ്സിലായി അത് നീരാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു IF ഫോളോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ നീരിന് കുറച്ച് മാറ്റം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ കിളി പോകും. അത് ഞാൻ വേറെ എവിടേക്കോ ആലോചിച്ചിങ്ങനെ പോകും. അതായത് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു മന്ദത രീതിയിലേക്ക് പോകും. ഒരു മന്ദിപ്പ് നമുക്ക് ഫീൽ ചെയ്യുക, മൊത്തത്തിലൊരു ഫോക്കസ് നഷ്ടപ്പെടുക, ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ എവിടെയോ ആലോചിച്ച് എന്തോ രീതിയിലൊക്കെ ഇരിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ബ്രെയിൻ കുറച്ചും കൂടി എനർജി ആൻഡ് വൈബ്രൻ്റ് ആയ പോലെയും എനിക്ക് കുറച്ചധികം ഫോക്കസ് കിട്ടിയ പോലെയും കോൺസെൻട്രേഷനോടുകൂടി കാര്യങ്ങൾ നോക്കി കാണാനും പറ്റി എന്നുള്ളത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ. ഞാൻ നേരത്തെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് IF നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ഷുഗർ ക്രേവിങ്സ് ഉള്ള ഒരാളായിരുന്നു കേട്ടോ. ഷുഗർ എവിടെ കിട്ടിയാലും ഞാനത് കഴിക്കുമായിരുന്നു. അത് ഏത് ഫോമിലാണെങ്കിലും ഞാൻ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ലഡു ആയിക്കോട്ടെ, ജിലേബി ആയിക്കോട്ടെ, പായസം ആയിക്കോട്ടെ, വാട്ട് എവർ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അതെൻ്റെ ശരീരത്തിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് കൂടുന്നത് മാത്രമല്ല, മുഖത്ത് അതിൻ്റെതായ മാറ്റങ്ങൾ, അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുരുക്കൾ, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റും ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് വരിക, കണ്ണിന് ചുറ്റും കറുപ്പ് വരിക, ഇതൊക്കെ ഷുഗർ ക്രേവിങ്സിൻ്റെ അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് കഴിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടും കൂടി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഭയങ്കരമായിട്ട് ലോ എനർജി ഉള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഫുൾ ടൈം കട്ടിലേ ശരണം എന്ന് പറഞ്ഞിട്ട് കിടന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടി എനർജറ്റിക് ആയൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ഫാസ്റ്റിംഗ് പീരീഡിൽ എങ്ങനെയാണ് ഇത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന്. എല്ലാവരുടെയും വിചാരം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ എനർജി കിട്ടൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ബോഡി ഒരു ഫാസ്റ്റിംഗ് മോഡിലേക്ക് മാറുന്ന സമയത്താണ് കൂടുതൽ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിലും IF എന്ന് പറയുന്നത് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ശരിക്കും പറഞ്ഞ ഒരു സമയത്ത് ഭക്ഷണമായിരുന്നു എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം
സങ്കടം വന്നാലും ഭക്ഷണം കഴിക്കുക, സന്തോഷം വന്നാലും ഭക്ഷണം കഴിക്കുക, ടെൻഷൻ വന്നാലും ഭക്ഷണം, അങ്ങനെ ഫുൾ ടൈം ഭക്ഷണം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിചാരം നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും അടക്കി നിർത്താൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഭക്ഷണം എന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എത്രമാത്രം ഭക്ഷണം അമിതമായി കഴിക്കുന്നോ അതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആൻഡ് ദ ഫാക്ട് ഇസ് ദാറ്റ് അവർ ബോഡി ഈസ് ഈറ്റിംഗ് വെൻ വി ആർ നോട്ട് ഈറ്റിംഗ്. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെയും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് പ്രവർത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബിഹൈൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എനിക്കറിയുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ മെഡിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിനകത്തെ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസ് ആയി മാറും. ആ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തധമനികൾ, നമ്മുടെ പല പല ഓർഗൻസിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്തിനാ? നമുക്ക് വേണ്ടുന്ന എനർജിക്ക് വേണ്ടിയിട്ട്. ഇത് കൂടാതെ എക്സസ് ആയിട്ട്, അതായത് അമിതമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? നമ്മുടെ ലിവറിലേക്കാണ് പോകുന്നത്. അവിടെ ഇത് ഗ്ലൈക്കോജൻ ആയിട്ടും ഫാറ്റ് ആയിട്ടുമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ, അതായത് നമ്മൾ ഭക്ഷണം ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എനർജി ഇത് എവിടെ നിന്ന് എടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അത് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ പോകുന്ന സമയത്ത് അതിന് വേണ്ടുന്ന എനർജി, ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള എനർജി ഇത് എടുക്കുന്നത് നമ്മുടെ ലിവറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ലിവർ ഈ ഒരു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് അത് എനർജി ആയിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഒരു നോർമൽ, അതായത് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള, അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാൾക്ക് ഇത്രയും എക്സസ് ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഒരു എനർജി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂറിനിടയിലാണ്. ഒരു അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള, അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് അതിലും കുറവ് സമയം മതിയായിരിക്കും കേട്ടോ. എന്നാലും നിങ്ങളൊരു 10 മണിക്കൂർ കൂട്ടും. അപ്പോൾ 10 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മാത്രമേ നേരത്തെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അത്രയും ഫാറ്റ് ബേൺ ചെയ്ത് അത് എനർജി ആയിട്ട് പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ 10 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് വായിക്ക് സ്വൈര്യമില്ലാതെ നമ്മൾ ഏത് സമയവും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫാറ്റ് ഡെപ്പോസിഷൻ ആണല്ലേ. ഫാറ്റ് ബേൺ ആവുന്നേക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും ഇങ്ങനെ അട്ടിക്ക് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. വല്ലവർക്കും മനസ്സിലായോ? പറഞ്ഞു കുഴപ്പിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് കുറേ അധികം കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. നമ്മുടെ ഇൻസുലിൻ ലെവൽസ്, നമ്മുടെ കീറ്റോൺസ്, ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ്, ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ടോപ്പിക്കായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം മതിയല്ലോ അല്ലേ നമുക്ക്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ കാര്യം, എത്ര ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. 4 തരത്തിലുണ്ട് മെയിനായിട്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഒമാഡാണ്. ഒമാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീൽ എ ഡേ. ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടും ബാക്കിയുള്ള സമയം അത്രയും ഫാസ്റ്റ് ചെയ്യുന്നതിനെയുമാണ് ഒമാഡ് എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എടുക്കുന്നത് മാസത്തിൽ 2 or 3 തവണയോ എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതും എന്നെ ഒരു പരിധി വരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഒമാഡ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് എല്ലാവരെയും ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 5-2 മെത്തേഡാണ്. അതായത് ആഴ്ചയിൽ 5 ദിവസം ഭക്ഷണം കഴിക്കുക, 2 ദിവസം കഴിക്കാതിരിക്കുക. ഈ 2 ദിവസം അടുപ്പിച്ചുള്ള ദിവസമാണെന്നില്ല, അത് ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസമായിരിക്കും. അതായത് തിങ്കളാഴ്ച ഭക്ഷണം കഴിക്കുന്നു, ചൊവ്വാഴ്ച കഴിക്കാതിരിക്കുന്നു, ബുധനും വ്യാഴവും വെള്ളിയും നമ്മൾ കഴിക്കുന്നു, ശനിയാഴ്ച കഴിക്കാതിരിക്കുന്നു, ഞായറാഴ്ച കഴിക്കുന്നു. അങ്ങനെ 5 ദിവസം ഭക്ഷണം കഴിക്കുന്നു, 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഇതിനെയാണ് 5-2 മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിംഗ് ആണ്. അതായത് ഇന്നെടുത്തു, നാളെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, മറ്റന്നാൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിനെയുമാണ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തേതെന്ന് പറയുന്നതാണ് മോസ്റ്റ് പോപ്പുലർ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഡെയിലി ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ് കേട്ടോ. ഞാനും ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് എനിക്ക് തോന്നുന്നു 12-12 ആണ്. അതായത് 12 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു, 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ രാവിലെ 7 മണിക്ക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് മുമ്പായിട്ട് കഴിച്ച് നിർത്തുകയും പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് 12-12 മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ എല്ലാ ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അങ്ങനെ തന്നെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും അല്ലേ, നേരത്തെ അത്താഴം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഇനി കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്
പറയുന്നത് നമ്മുടെ 16-8 മെത്തേഡാണ് കേട്ടോ. ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത്. 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിനെയാണ് 16-8 മെത്തേഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടി എന്ന് എല്ലാവരും അവകാശപ്പെടുന്നതും കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളതും ഈ ഒരു 16-8 മെത്തേഡ് ആണെന്നാണ് എൻ്റെ ഒരു എല്ലാവരും പറഞ്ഞു കേട്ടുള്ളൊരു അറിവ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഒരു ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് രാവിലെ 11 മണി തൊട്ട് രാത്രി 7 മണി വരെയോ അല്ലെങ്കിൽ രാവിലെ 10 മണി തൊട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണി വരെയോ ഉള്ള സമയമാണ് ഞാൻ എടുക്കാറുള്ളത്. ഇനി അടുത്തത് 18-6 ആണ്. അതായത് 18 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും 6 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് 18-6 എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ പോപ്പുലർ അല്ല, എന്നാലും ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നാലാമത്തത് 24 ആണ് കേട്ടോ. അതായത് 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും 4 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമാഡ് ആണ്, 2 ഞാൻ പറഞ്ഞ പോലെ 16-8 ആണ്, അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ 24 ആണ്, 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും 4 മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. അതും ഞാൻ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് ബോറടിക്കും 16-8, ആ സമയത്ത് ഞാൻ ഒമാഡ് എടുക്കും. അത് ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ 24 എടുക്കും. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ മാറി മറിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ സമയത്ത് കുറച്ചൊക്കെ ഒരു വീക്ക്നെസ്സും ഡിസ്നെസ്സും, നമുക്കിങ്ങനെ തല ചുറ്റുന്ന പോലെയും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി. കാരണം ഈ ഒരു സമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് അത്താഴം കഴിക്കുന്ന സമയത്തിന് ശേഷം ഒരു 8 മണി 9 മണിക്കൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, എന്തോ ഭയങ്കര വയറൊക്കെ നിറഞ്ഞ് ഇപ്പോൾ പൊട്ടുന്ന പോലെ ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ക്യാപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേരുന്ന ഒരു ടൈം സ്ലോട്ട് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത്, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈം സ്ലോട്ട് ഉണ്ടല്ലോ, അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ബാക്കി സമയം ഫാസ്റ്റ് ചെയ്താൽ മതി, അതൊക്കെ അങ്ങോട്ട് ബേണായി പോയിക്കോളും എന്നുള്ളത് ശരിയാണ്. അത് ബേണായി പോയിക്കോളും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വയസ്സായിട്ട് ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ 2 പേരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ദാസനും വിജയനും IF ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, 16-8 അതാണ് അവർ ഫോളോ ചെയ്യുന്ന ടൈം സ്ലോട്ട് എന്ന് പറയുന്നത്. ഒരാൾ, നമ്മുടെ ദാസൻ, ഈ ഒരു 8 മണിക്കൂർ കഴിക്കുന്ന ആ ഒരു 8 മണിക്കൂർ പുറത്തുനിന്ന് ബർഗറും പിസയും ബിരിയാണിയും അങ്ങനെ ഹൈ കാലറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സമയം കറക്റ്റായിട്ട് പുള്ളി ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിജയനാവട്ടെ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള, അധികം ഓയിലൊന്നും ചേർക്കാത്ത, കാലറി കുറവുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസത്തിന് ശേഷം ദാസനുണ്ടായ മാറ്റവും വിജയനുണ്ടായ മാറ്റവും വെച്ച് നോക്കുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ മാറ്റം? ഓഫ് കോഴ്സ് വിജയനാണല്ലേ. അപ്പോൾ ദാസൻ ചോദിക്കും, എനിക്കെന്താ വിജയ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്ന്. അപ്പോൾ ദാസനാവണോ വിജയനാവണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എപ്പോഴും നല്ലത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ റിച്ച് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. അതിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്താണെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. ഇനി ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഏത് വെള്ളം കുടിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് കോഫിയും ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒക്കെ കുടിക്കാം കേട്ടോ. പക്ഷേ നോ ഷുഗർ നോ മിൽക്ക്. ഞാൻ കുടിക്കുന്നത് ബ്ലാക്ക് കോഫിയും ഗ്രീൻ ടീ ആണ്. വല്ലാതെ ക്ഷീണം വരുന്ന സമയത്ത് ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്, അതുപോലെ ഗ്രീൻ ടീ കഴിക്കാറുണ്ട്. പിന്നെ പ്ലെയിൻ വാട്ടറാണ്. ജീരകവെള്ളമൊക്കെ ചിലർ പറയാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ജീരകവെള്ളമോ അല്ലെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമോ എത്രയായാലും ചെറിയ രീതിയിലുള്ള കാലറി ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ, അതായത് ബ്ലാക്ക് കോഫി, ഗ്രീൻ ടീ, ഇതൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് വൺ, നാലാമത്തത്, ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ചെറിയ കുട്ടികളും അതുപോലെ കൗമാരപ്രായക്കാരും ടീനേജിലുള്ള ആൾക്കാരും ഇത് എടുക്കുന്നത് അഡ്വൈസബിൾ അല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാരും ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ ഷുഗർ പേഷ്യൻസ്, അവരൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ പ്രോബ്ലംസ്, അതിപ്പം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഭാരമില്ലാതെ അണ്ടർ വെയ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്കറിയാലോ, അമിതമായാൽ അമൃതും വിഷമാണ്. അതായത് കുറേ നേരം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അത്രയും കാലറി അല്ലെങ്കിൽ എൻ്റെ അത്രയും ഫാറ്റ് ബേൺ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് നേരം ഫാസ്റ്റ് ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു നിശ്ചിത സമയത്തിന് നമുക്ക് ബോഡിയിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് ഇല്ലാത്ത പ്രശ്നം വിളിച്ച് വരുത്തരുത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു നിശ്ചിത സമയം ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് കഴിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരിക്കലും ഓൾ ഓഫ് എ സഡൻ പോയിട്ട് ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്തതല്ലേ എന്നാൽ പിന്നെ മൃഷ്ടാനമായിട്ട് ഭക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചൊരു ഇത്രയും ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പാടങ്ങ് കഴിച്ചു പോകരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുക. അപ്പം ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ചിയാ സീഡിൻ്റെ വെള്ളം, അത് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളമായിരിക്കും രാവിലെ കുടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക് കേട്ടോ, ലെമൺ വാട്ടറോ അങ്ങനെയുള്ള ക്യുക്കുംബർ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളമായിരിക്കും ഞാൻ കുടിക്കുക. അപ്പം പയ്യെ പയ്യെ വേണം നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ. ഓൾ ഓഫ് എ സഡൻ ഒരു വലിയ മീൽ എടുത്ത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓവർ ഈറ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കണം. വിശപ്പ് സഹിച്ചിരിക്കുന്ന സമയമായിരിക്കും ഈ ഒരു ഫാസ്റ്റിംഗ് സമയം. അത് കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഡൻസി, നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ മൈൻഡിനൊരു ടെൻഡൻസി ആയിരിക്കും ഇത്രയും നേരം പട്ടിണി കിടന്നാൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ വന്ന് കഴിക്കുന്നത്. പക്ഷെ അതും നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻ്റർവെൽസ് എടുത്ത് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.